ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ, എന്നിലും വാഴാൻ പ്രാർത്ഥിക്കണേ. ഇന്നിപ്പോൾ ഞാനിങ്ങനെ നിന്നപ്പോൾ നിമ്മി അറിയത് ശരിക്കും ചിരിക്കുന്ന ആർക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി ചിരിക്കുവാന്ന് എനിക്ക് വയ്യ. രാവിലെ ഓടിപ്പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വന്നതെന്ന് ഞാൻ ടെൻഷനൊക്കെ ആയിരിക്കും. ടെൻഷൻ നമുക്കുള്ളതല്ല. നമ്മളോട് പറഞ്ഞേക്കണേ, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കത്രേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശു കാത്തുകൊള്ളൂ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ വാണാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശുഭകരമായി പ്രവർത്തിക്കാൻ അഭ്യസിപ്പിക്കുകയും നമ്മൾ പോകേണ്ടുന്ന വഴി നമ്മളെ വഴി നടത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കതല്ലേ വേണ്ടേ? അപ്പോൾ ഇന്ന് വായിക്കുന്ന വചനം അത് തന്നെയാണ് കേട്ടോ. ഗലാത്യർ 5:25-26. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. അപ്പോൾ അങ്ങനെയാണ് ബൈബിള് പറയണത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് നടക്കാൻ, ആത്മാവിൽ ബലപ്പെട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അപ്പം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുമ്പോൾ സകല നന്മയും പിമ്പടയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായാൽ നമ്മൾ യേശുവിനെ പോലെയാവും. യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ചപ്പോഴാണ് പിതാവായ ദൈവം പറഞ്ഞതെല്ലാം, അങ്ങോട്ട് ചെല്ലാനുള്ള വഴിയെല്ലാം നമുക്ക് പറഞ്ഞു തന്നെ. 3 വർഷം ശുശ്രൂഷക്കാലം പരിശുദ്ധാത്മാവിനാൽ നടത്തി. പരിശുദ്ധാത്മാവ് പിതാവ് നമ്മളോട് സംസാരിക്കാനുള്ള എല്ലാ നാവിൽ കൂടി സംസാരിക്കുകയെ. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചാലും ഇത് തന്നെ അവസ്ഥ. നമ്മുടെ നാവിൽ പറയണതെല്ലാം പിതാവായ ദൈവവും യേശുബ്രാനും പറയണതും അവരുടെ ആഗ്രഹവും അതൊക്കെ ആ വചനം പാലിക്കാനുള്ള ശക്തിയും ഒക്കെ പരിശുദ്ധാത്മാവ് തരും. നമ്മളെ ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠവും ക്രിസ്തു യേശുവിൽ എപ്പോഴും ജയോത്സവം നമ്മളെ നടത്തുകയും തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന നമ്മളെ കൂടി വെളിപ്പെടുത്തുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് കാണാം. വീഡിയോസ് കരാട്ടിൻ്റെ ആണ്, ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആണ്. നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് മെയിൻ ഇപ്പം എല്ലാവരും ചോദിച്ചു വന്നത് കരാട്ടിനാട്ടോ. ചിലർ പറയാം കരാട്ടിൻ ചെയ്യാവോ, ചിലർ പറയും ബോട്ടോസ്, ചിലർ ഇങ്ങനെ അതുമാത്രമേ അത്രയും പേര് വരെ അറിയാവുള്ളൂ. കരാട്ടിൻ്റെയാണ് ഈ ബോട്ടോസൊക്കെ. നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ബോട്ടോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പുതിയത് വന്നപ്പോൾ എനിക്ക് ഈ അപ്ഡേഷൻ പുതിയത് ഇഷ്ടമാണ്. എന്നിട്ട് നമ്മുടെ തലമുടി ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കടയിൽ ഇതെല്ലാം ഇറങ്ങിയ വഴിയെ മുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം റിസൾട്ട്. ഇപ്പം എനിക്ക് ബയോട്ടാനിക്സ് ഇഷ്ടം. ഇനി എപ്പോഴും ബയോട്ടാനിക്സ് ചെയ്യില്ല, ഇതിലും വേറെ അപ്ഡേഷൻ ഇതിലും നല്ലത് വന്നാൽ എൻ്റെ തലയിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയാൽ അടുത്തത് അതായിരിക്കും ചെയ്യണേ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല അപ്ഡേഷനിലേക്ക് പോവുക. കരാട്ടിൻ ചെയ്യുന്നവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ എവിടെയായാലും അത് ഏത് പ്രൊഡക്റ്റാണെന്ന് ചോദിക്കണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. കരാട്ടിൻ ചെയ്ത് ആരുടെയും മുടി പോകില്ല കേട്ടോ. ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ആരുടെയും മുടി പോകില്ല. മുടി നന്നാകാൻ വേണ്ടിയല്ല ചെയ്യണത്. ഡള്ളായി പൊട്ടിപ്പൊളിഞ്ഞ് മുടി ഒരു സുഖമില്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മുടി ചെയ്യാൻ പോണത്. അതുപോലെ സ്കിന്നൊക്കെ ഗ്ലാമർ കൂട്ടാനാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകണം, അല്ലാണ്ട് സ്കിന്നിനെ കംപ്ലൈൻറ്റ് വരുത്താനല്ല. അപ്പം ബ്യൂട്ടി പാർലർ എല്ലാത്തിനും 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഫേഷ്യലുകൾ ചെയ്യുക, ക്ലീനപ്പ്, ഹെയർ ട്രീറ്റ്മെൻറ്റിന് മാത്രം 15%. ബാക്കി എല്ലാത്തിനും ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലർ എല്ലാത്തിനും ഒത്തിരി പേര് ഇപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല. അപ്പം ഇത്രയും ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട്. ജനുവരി 31 വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുക. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് നോക്കുക. ഹെയർ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടാൽ അതിൻ്റെ കംഫോർട്ട് വേറെ ഭയങ്കര നമുക്കിടെ മേക്ക് ഓവർ, നമ്മുടെ ആ മുഖം മാറി വേറെ ഒരു ഇതാവും. അപ്പോൾ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ മുടിയൊക്കെ പൊട്ടി ഇങ്ങനെയൊക്കെ, അത് വിറ്റാമിൻ പ്രോബ്ലത്തിൻ്റെയാണ്. മുടിയൊക്കെ പൊട്ടി. പണ്ടത്തെ അമ്മമാരൊക്കെ അവർ ഭയങ്കര മുടിയുണ്ടായിരുന്നു. വയസ്സാകുമ്പോൾ ചിലർക്കേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം മുടി 3-4 ഒക്കെ ഊരിപ്പോയി അങ്ങനെയൊക്കെ പറയും. എനിക്ക് പണ്ട് എന്തോരം മുടിയുണ്ടാകും. ഊരാണ്ട് നമ്മൾ നോക്കണം. ഊരുമ്പോൾ മൾട്ടി വിറ്റാമിൻ എടുക്കണം. ഞാൻ ഇന്നും ഓർത്താ D3 കഴിക്കണം, എന്നും മറന്നു പോവാം. അപ്പോൾ അത് ഓർത്ത് നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കണം. നമ്മുടെ ആരോഗ്യമാണ് മക്കളുടെ അസറ്റ്, കുടുംബത്തിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്. ആരോഗ്യമുള്ള ആൾക്കാർ നല്ല പണിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആരോഗ്യത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നല്ല ഫുഡ് കഴിക്കണം. പിന്നെ എന്താ, പച്ചക്കറി, മുട്ട
ഒക്കെ കഴിക്കട്ടോ. ഇലക്കറി ABC ജ്യൂസൊക്കെ കുടിച്ചോ. ഇനിയിപ്പോൾ വെയിൽ ചൂട് വരുമല്ലേ, എനിക്ക് ഇങ്ങനെ നീർക്കെട്ടൊക്കെ കയറിയപ്പോൾ നിർത്തിയായിരുന്നു. ഇനിയിപ്പോൾ ചൂട് വരുമ്പോൾ ABC ജ്യൂസ് കുടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പെട്ടെന്ന് 4 മണിക്കൂറത്തെ ഇതാട്ടോ ട്രീറ്റ്മെൻറ്റ് 4 മണിക്കൂർ എടുക്കും. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ പെട്ടെന്ന് തീരും. രാവിലെ ഒരു നല്ല ഹെൽത്തി എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോൾ. അല്ലെങ്കിൽ 1 മണിക്കെങ്കിലും എത്തണം കേട്ടോ, എന്നാലാണ് ഒരു സമാധാനമായിട്ടേ ചെയ്തു തീരാൻ. 1 മണി ഒത്തിരി താമസിക്കരുതേ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരിക, മുടി ചെയ്യുക, ഫേഷ്യൽ, പെഡിക്യൂർ, ഇതൊക്കെ എല്ലാം നമ്മൾ ബ്ലീച്ചേ യൂസ് ചെയ്യണില്ല കേട്ടോ. നല്ല ബ്രാൻഡ് കമ്പനിയുടെ സംഭവങ്ങൾ മാത്രം. മേക്കപ്പ് ഇപ്പം മേക്കപ്പിന് പോകാൻ പോവാം. മേക്കപ്പ് അത്രയുണ്ട്, മേക്കപ്പിന് പോകാൻ പോവാം. അപ്പോൾ മേക്കപ്പിനൊക്കെ സ്കിൻ ഗ്ലാസ് മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ് എല്ലാം ഉണ്ട്. എല്ലാ അപ്ഡേഷനും എനിക്ക് എന്ത് പുതിയത് ഇറങ്ങിയാലും എനിക്ക് മേടിക്കണം. എൻ്റെ മുഖത്തൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. നമുക്ക് ചുമ്മാ ഫങ്ഷന് പോകുകയായാലും ഞാൻ വില കൂടി അതൊന്നും നോക്കാറില്ല. ഞാൻ മേടിച്ചൊക്കെ ചുമ്മാ ഒന്ന് ഇടും. പിന്നെ കുഞ്ഞുവിനെ പരീക്ഷിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ബ്രൈഡിന് മേടിക്കണത് മുതലാകും. നമുക്ക് ഭയങ്കര വിലയുടെ സാധനം. ഇത് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നൊന്ന് യൂസ് ചെയ്ത് നോക്കണ്ടേ. എന്ത് മേടിച്ചാലും നമ്മുടെ സ്കിന്നൊന്ന് ഇട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി എല്ലാം ബ്രാൻഡ് സംഭവങ്ങളാണ്. സ്കിൻ ഗ്ലാസ് മേക്കപ്പ് ഒക്കെ ഉണ്ട്. മേക്കപ്പും നല്ല നാച്ചുറൽ. ഇപ്പോൾ ഒത്തിരി പേര് നാച്ചുറൽ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ന്യൂജൻ, അപ്പോൾ നാച്ചുറൽ ലുക്കിൽ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ എല്ലാവരും മേക്കപ്പിന് എല്ലാത്തിനും രേവതി ബ്യൂട്ടി പാർലർ സെലക്ട് ചെയ്യുക. രേവതി ബ്യൂട്ടി കളക്ഷനിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് ഇത് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്താൽ 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുണ്ട്. അതുകൂടാണ്ട് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെനും ഡയമണ്ട് റിംഗ് ഉണ്ട് കേട്ടോ. ഡയമണ്ട് റിംഗ് ഉണ്ട്, അതിൻ്റെ വിന്നറാകുക. പിന്നെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇങ്ങനെ ഗോൾഡ് മേടിക്കുന്നവർക്ക് 25,000 രൂപയുടെ ക്യാഷിൻ്റെ ആണെങ്കിൽ ഗോൾഡ് കോയിനുണ്ട്. പിന്നെ ബമ്പർ ഞെറുക്കെടുപ്പുണ്ട് ജനുവരി 31-ന്. അതിന് ഡയമണ്ട് റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ യൂസ് ചെയ്യാൻ വീഡിയോസ് കണ്ടാലോ. ഹെയർ മേക്ക് ഓവർ വന്നാണ്. നല്ല കേളി ഹെയറാണ്, പക്ഷെ നല്ല ഡ്രൈനെസ് നന്നായിട്ടുണ്ട് അല്ലേ, ബൊട്ടലും ഉണ്ടല്ലേ. ഇതാണ് മുടി. അത് കേളി ഹെയർ. പിന്നെ അവർ നല്ല ഷാമ്പൂ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ഉണ്ട്. ഡ്രൈനെസ് ആണെങ്കിലും ഇതേ ഈ പൊട്ടലൊക്കെ മാറ്റി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ ഈ ഹെയർ. അപ്പോൾ ഈ മുടി കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഈ പൊട്ടി പോലെ കുറച്ച് കഴിയുമ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും. പിന്നെ ഈ കേളി ഹെയർ ഒന്നാമത് ഒരു ഡ്രൈ ഹെയറിൻ്റെ ഒരു ഇതാണ്, അന്നേരം പൊട്ടൂലോ. മെയിൻ വല്ല D3 ഒക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ D3 കുറയുമ്പോൾ മുടി പൊട്ടും. പിന്നെ വൈറ്റ് ഹെയർ വരും. D3 ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു വെച്ചാൽ മറന്നു പോവാം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ ദൈവമേ, ഞാനും ഇങ്ങനത്തെ. അപ്പോൾ ഈ മുടി ഇപ്പം കരാട്ടിനാകുമ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യണമെങ്കിൽ കരാട്ടിന് ഏതാ ചെയ്യണമെന്ന് ഏത് ഷോപ്പിലായാലും ചോദിക്കണം കേട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും തലയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനി, തലയെല്ലാം മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനി ചെയ്യാവുള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതിന് ഇതില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ചെയ്യാൻ പോകണം. നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാതാലാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോളിനോട് പറഞ്ഞു എൻ്റെ മുടി എപ്പോഴും പൊട്ടിയേക്കുമെന്ന് ഞാൻ അങ്ങനെ കണ്ണട വെച്ചില്ലേ. അടുത്ത വീഡിയോ കണ്ണട വെച്ചപ്പോഴെല്ലാം പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോക്കടെ D3 കുറവിൻ്റെ എനിക്ക് അതിൽ ഓരോ വൈറ്റ് ഹെയറുണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് D3 ഫോളോ അപ്പ് ചെയ്തു. സിങ്കോവൈറ്റും ബയോട്ടിനും മൾട്ടി വിറ്റാമിനും ഒക്കെ എടുത്തു തുടങ്ങി. ഇങ്ങനെ പറയാനുള്ള പാട്ട് ഞാനും മറന്നു പോകും. അപ്പം നമ്മളത് ഓർക്കുക, നമ്മുടെ ഹെൽത്താണ് വെൽത്ത്. കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ് എല്ലാം നമ്മുടെ ആരോഗ്യമാട്ടോ നമ്മുടെ അസറ്റ്. അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓട്ടത്തിനിടയ്ക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുടുംബം, മക്കള്, ഞാനുൾപ്പെടെ എല്ലാവരും ഈ ഓട്ടത്തിലല്ല. അവനവനെ ശ്രദ്ധിക്കില്ല, പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കൂടെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഭൂമിക്ക് ഭാരാകരുത്, കുടുംബത്തിനും ഭാരാകരുത്. അപ്പോൾ അത് ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കാണിച്ചു നോക്കാൻ എന്ത് സുഖ, അടിപൊളി. അപ്പോൾ മറ്റേ കഴുകുമ്പോൾ കൊച്ചിന് മുടിക്കൊക്കെ തിക്നെസ് ഉള്ള നല്ല മുടിയൊക്കെയാണ്. അങ്ങനെ താരനും ഈ പൊട്ടലും മാത്രമൊക്കെ ഉള്ളൂ. താരൻ പിന്നെ ആഫ്റ്റർ കെയർ ഇതിൻ്റെ ചെല്ലുമ്പോൾ പിന്നെ താരൻ ഉണ്ടാവില്ല. പിന്നെ പൊട്ടൽ D3 ഒക്കെ കറക്റ്റ് ആകുമ്പോൾ വരും. അല്ലെങ്കിൽ കൊച്ചിനെ എപ്പോഴും കഴുകുമ്പോഴൊക്കെ ഡ്രയർ വെച്ച് ഇങ്ങനൊന്നും വേണ്ട, ചുമ്മാ കഴുകി ഉണങ്ങാൻ വേണമെങ്കിൽ ഒന്ന് കൂളിങ്ങിട്ട് ഡ്രയർ വെച്ചാൽ മതി. ചെറിയ ചൂടിട്ടേ ഞാൻ ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് നീർക്കെട്ട് കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയർ വെച്ച്
കൂളിംഗ് കൂടെ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് ഈ മുടിയുടെ കാര്യം ഇത് ഏറ്റവും വലിയ ഗുണം ഈ ഹെയർ മേക്ക് ഓവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്കുടെ കോൺഫിഡൻസ് കൂട്ടും, നമ്മുടെ മേക്ക് ഓവറേ മാറും. പിന്നെ കംഫോർട്ടാട്ടോ. മുടി ചീകണ പറഞ്ഞ കാര്യം ഓർമ്മ ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് പണ്ട് കാണുമ്പോൾ ഈ ചൈനയിലെയും നിങ്ങൾക്കൊക്കെ മറ്റവരുടെ അവരെയൊക്കെ മുടി കാണുമ്പോൾ കൊതി വന്നാറുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സിൽക്കി ആയിട്ട്. ഞാനിങ്ങനെ എപ്പോഴും കൊതിക്കാറുള്ളൂ ദേശപ്പ. പക്ഷെ നമ്മൾ കൊതിക്കണല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നോർത്ത് ആഗ്രഹത്തിൻ്റെ പുറകെ യേശോബ്ര പൊക്കോളും. ദൈവം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അപ്പോൾ കാലഘട്ടം നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഏത് പണ്ടൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ വില മുടിയൊക്കെ ആണെന്ന് പറയാൻ പാടില്ല. അവരുടെയൊക്കെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോഴൊക്കെ നമുക്കിപ്പോൾ അതായത് കണ്ടോ, ഇതൊക്കെ പരസ്യത്തിന് വെള്ളം പോലെ ആയിരുന്നു നോക്കി മുടി കിടക്കുന്നത്. അടിപൊളി സൂപ്പർ. ഒന്ന് അടിക്കുമ്പോൾ തലേന്ന് അത് കണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അത് കണ്ടോക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് മുഖം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരിക. കരാട്ടിൻ, ബയോഡാനിക്സ്, ഫോഴ്സ്പ്ലാസ്റ്റിയ ബയോഡാനിക്സ് ആട്ടോ ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. ഒരു വർഷത്തോളം കിട്ടും, 8-9 മാസം കിട്ടും ഇതിൻ്റെ റിസൾട്ട്. 40 വർഷം അവർ പറഞ്ഞ. പക്ഷേ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം ചെയ്തിട്ട് പോയവരെല്ലാം ഇങ്ങനെ 8-9 മാസം കിട്ടിയെന്നാണ് പറഞ്ഞത്. 8-9 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ തലയിൽ നിന്ന് ഒറിജിനൽ മുടി തീർത്ത് ഇവിടെ വരെയൊക്കെ എത്തും. അതാ പ്രോബ്ലം. നല്ല വളർച്ചയും ഒക്കെ കിട്ടും. ആഫ്റ്റർ കെയറും മൾട്ടിവിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മുടി ചെയ്തിട്ട് നന്നായിട്ട് മുടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യ സമയത്ത് ഇത് ചെയ്യാൻ പോരെ. അപ്പോൾ ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. ഈ മോള് പുറത്തുനിന്ന് വന്നതാണ്. 2 വർഷം മുമ്പ് ബോട്ടോസ് ചെയ്താന്നാണ് പറഞ്ഞത്. അത് കൊച്ച് കരാട്ടിൻ തന്നെയാട്ടോ ഈ ബോട്ടോസ്. അപ്പോൾ നമുക്കും കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ ബോട്ടോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അപ്ഡേഷൻ കരാട്ടിൻ തന്നെ നാനോ ഫോഴ്സ്പ്ലാസ്റ്റിയ ബയോഡാനിക്സ് ചെയ്യാൻ പോണേ. ഈ മുടി എവിടെ നന്നായിട്ട് നല്ല ഷാമ്പൂ ഇതിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്ന കാരണം സോഫ്റ്റ് ആയിട്ട് ഇട്ടിരിക്കണേ. പക്ഷെ അപ്പടി ഇതേണ്ട അത്രയും വെച്ചിങ്ങനെ പൊട്ടിക്കിടക്കുക. ഇന്നലെ വന്ന കൊച്ചിൻ്റെ ഒക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ന് കണ്ണാടി വെച്ചപ്പോൾ ഞാൻ കാണണം കേട്ടോ. കണ്ണാടിയിലിപ്പോൾ നോക്കിയില്ലേ നിറച്ചിങ്ങനെ പൊട്ടലുണ്ട്. അപ്പോൾ ഇത് കരാട്ടിൻ ചെയ്ത് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ. ഇത് ഞാൻ പറഞ്ഞില്ല പരസ്യത്തിന് വെല്ലണ പോലെ ഇരിക്കുന്നത്. പണ്ട് പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനത്തെ ഹെയർ കാണാനുള്ളൂ. കരാട്ടിൻ നാനോ ഫോഴ്സ്പ്ലാസ്റ്റിയ ബയോഡാനിക്സ് ആട്ടോ ചെയ്തേക്കണേ. അപ്പോൾ എന്ത് രസമാണെന്ന് നോക്കിക്കേ, അടിപൊളി സൂപ്പർ. അപ്പോൾ ഇങ്ങനെ അതിമനോഹരമായിട്ട് മുടി കിട്ടിയ ഇതിങ്ങനെ കിടന്നോളും. ആഫ്റ്റർ കെയറൂടെ യൂസ് ചെയ്യുമ്പോൾ കുറേ നാൾ 8-9 മാസം ഇങ്ങനെ തന്നെ കിട്ടും. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമല്ലായിരുന്നോ പണ്ട് ഇങ്ങനത്തെ മുടിയൊക്കെ. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ ഇങ്ങനെ യേശുവിൻ്റെ കൃപയാൽ ഓരോ വഴികളും ഉണ്ട്. അപ്പം നിങ്ങൾ വരിക, ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം അതുകൂടാണ്ട് ഫേഷ്യൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഫേഷ്യലേക്കൊക്കെ 25% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പം പെട്ടെന്ന് വായോ. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഫുഡ് നമ്മുടെ ഹെൽത്ത് ആട്ടോ ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ. അപ്പം ശരി എന്നാൽ അപ്പോൾ എല്ലാവരെയും യേശുമ്പരാൻ അനുഗ്രഹിക്കട്ടെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്ന കേട്ടോ. നേരത്തെ ചെയ്തേർന്ന മുടിയാണ്. കരാട്ടിനാട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ നേരത്തെ ഹെയർ ലൈസിങ് ആണ് ചെയ്തത്. അപ്പോൾ കരാട്ടിൻ ചെയ്യാൻ പോകും. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഡ്രൈനസ്സും പൊട്ടലും ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടലാണ് ഏറ്റവും നമുക്കൊരു പ്രായം ചെല്ലുമ്പോൾ മുടി പൊങ്ങി ഇരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടല്ലേ. അപ്പോൾ ആ പൊട്ടലൊക്കെ ആ വൃത്തികേടൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് പരസ്യത്തിന് വരുന്ന പോലെ ഇപ്പോൾ മുടി ആകും ഇത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ആ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പം പിന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കണം കേട്ടോ. ബയോട്ടിൻ, സിങ്കോവൈറ്റ്, മൾട്ടിവിറ്റാമിൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം. D3 ഫോളോ അപ്പ് ചെയ്യണം. അപ്പോഴാട്ടോ എല്ലാം സൂപ്പർ ആവുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ആഫ്റ്റർ റിസൾട്ട് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഓവറോൾ മുടി കംപ്ലീറ്റ് ഒരു കളർ ചെയ്ത പോലെ വന്നില്ലേ. ഗ്ലോബൽ കളറിങ്ങായി. ഗ്ലോബൽ കളറിങ്ങിന് തന്നെ 6000-7000 രൂപയാവും. ഇതിപ്പോൾ കരാട്ടിൻ ചെയ്ത് ഗ്ലോബൽ. ഈ മോള് നേരത്തെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കളർ ഇങ്ങനെ തെളിഞ്ഞ് ബ്രൈറ്റായിട്ട് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലോബൽ കളറിങ്ങിന് തന്നെ 10,000-8,000 രൂപ. നല്ല ബ്രാൻഡ് കമ്പനി ചെയ്താൽ അതിൽ കൂടുതലാകും കേട്ടോ. അപ്പം അതും ഫ്രീ ആയിട്ട് കിട്ടി കരാട്ടിൻ്റെ കാശും കൊണ്ട്. അപ്പോൾ അതീവ മനോഹരമായിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരി മുടി അതീവ മനോഹരമാക്കാൻ ഒത്തിരി ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ പോരുക, പെട്ടെന്ന് വരിക. മുടി നമ്മുടെ ഹെയർ മേക്ക് ഓവർ നമ്മൾക്കടെ
കോൺഫിഡൻസ് കൂട്ടും. നമ്മുടെ മേക്കപ്പിൻ്റെ 90% പിന്നെ ഒരു ഇച്ചിരി ലിപ്സ്റ്റിക്ക് കൂട്ടും, ഒന്ന് കണ്ണെഴുതിയാൽ മതി. അപ്പം ശരി എന്നാൽ. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് വാ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. കരാട്ടിൻ തന്നെയാട്ടോ ചെയ്യണേ. മോള് പറഞ്ഞ മുടി എപ്പോഴും പൊട്ടിക്കിടക്കുവാന്ന്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഫ്രണ്ടിലൊക്കെ മുടി പൊട്ടിയേക്കും, ആരും മുഖം കാണിക്കില്ലല്ലോ. അപ്പോൾ ഈ പൊട്ടലൊരു വലിയ പ്രശ്നം. അച്ഛനൊരു കാറ്റടിക്കുമ്പോഴത്തേനും എല്ലാം ഇങ്ങനെ കുരിശ് പോലെ മേലോട്ട് പൊങ്ങിയിരിക്കും. അത് നമ്മുടെ പൊട്ടുക എന്ന് പറഞ്ഞാൽ D3 ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ പൊട്ടണ പിന്നെ വെറുതെ നരയ്ക്കും. അപ്പോൾ എപ്പോഴും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ മുടി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തെ മനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആരോഗ്യത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഇതെല്ലാം. അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കുക. ആഫ്റ്റർ കെയർ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അപ്പം ഈ മോള് എത്രാമത്തെ തവണ ഇപ്പോൾ എവിടെയാണ്? മൂന്നാമത്തെ തവണ. നൂഡിൽസ് കേളാകുമ്പോൾ അവിടെ അതല്ലേ. അപ്പോൾ ഇപ്പൊ ചേഞ്ച് ചെയ്ത് തുടങ്ങിയില്ലേ? പഴയ പോലെ എത്ര വന്നില്ലോ. എന്നാലും ആഫ്റ്റർ കെയർ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ല. ഞാൻ വഴക്കൂറിയത്. പിന്നെ വിറ്റാമിൻ ഗുളിക പണ്ട് കഴിച്ചു. പിന്നെ ആൾക്കാരെല്ലാം മടി പിടിക്കുന്ന പൊട്ടലൊക്കെ ഉണ്ടെന്നേ. ഭയങ്കര നൂഡിൽസ് കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ കെയർ ആയിരിക്കുമല്ലോ. ഇതോണ കരാട്ടിനാട്ടോ ചെയ്തേക്കണേ. അപ്പോൾ കൊച്ചിന് ആ വ്യത്യാസം അറിയാതെ. കാരണം ഒത്തിരി മുടി ഇതേ ഈ ഇവിടം വരെയൊക്കെ ഉള്ളൂ. പുതിയ തലേന്ന് കെളുത്ത് വന്നിട്ടുണ്ട്. 1.5 വർഷമായെന്നാണ് പറഞ്ഞ് ചെയ്തിട്ട് പോയിട്ട് ഇപ്പം വേണ്ടോ. പിന്നെ പൊട്ടി വിട്ട് പോണെയാണെന്ന് പറയാൻ പാടില്ല. ഇവിടെ വരെ നല്ല തിക്കുണ്ട്. എന്നാലും ഒത്തിരി ഡ്രൈ ആയിരിക്കുമല്ലോ നൂഡിൽസ് കെയർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമ്മളെപ്പോഴും മൾട്ടി വിറ്റാമിൻ കേട്ടോ, ഒമേഗ 3, ബയോട്ടിൻ, സിങ്കോവൈറ്റ് എല്ലാം കൂടെ ഒന്നിച്ചല്ല, മാറിയൊക്കെ കഴിക്കണം. മുട്ട കഴിക്കണം, ഇലക്കറി കഴിക്കണം. പിന്നെ അതൊക്കെ D3 മസ്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അപ്പം അതൊക്കെ കഴിക്കുമ്പോൾ മുടി ഇങ്ങനെ. പിന്നെ ആഫ്റ്റർ കെയർ ഒരു മസ്റ്റാട്ടോ. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി. ഇല്ലെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് പോവും. ഇല്ലെങ്കിൽ 40 മാസമൊക്കെയാണ് അവർ പറയണത്. എന്നാലും 1 വർഷം കൂടി വന്നിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്ത് നന്നായിട്ട്. അപ്പം നമുക്ക് ഞാൻ പറയുന്നത് ഇവരൊക്കെ പുറത്താണ്. അപ്പോൾ അടുത്ത വർഷം വരുന്നവരെ പിടിച്ചിരിക്കാൻ പറ്റും ആഫ്റ്റർ കെയർ നന്നായിട്ട് യൂസ് ചെയ്താൽ. അപ്പോൾ കൊച്ച് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു. യേശോപാസ്തോത്രം. ഇങ്ങനെ നമ്മുടെ അടുത്ത് ചെയ്യുന്നവരെല്ലാം നമ്മുടെ അടുത്ത് തന്നെ 5ാമത്തെ കഴിഞ്ഞ ദിവസം ചെയ്യാൻ വന്ന കൊച്ച്, അത് ഞാനിവിടെ ഇല്ലായിരുന്നു. 5ാമത്തെ തവണ ചെയ്യാൻ വന്നേക്കണേ. അപ്പോൾ എല്ലാം നമ്മൾ യേശുവിൻ്റെ കൃപയാൽ എല്ലാം നല്ല പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യണത്. നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ഓഫറും അതും ഇതും പേര് പോലും പറയാൻ പാടില്ല. മിക്കവർക്കും കരാട്ടിനെ ചെയ്ത് വെച്ച് പേര് പറയാണ്ട് അതിന് കരാട്ടിൻ ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ ബയോടാനിക്സ് നാനോഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സാണ്. അപ്പോൾ നല്ല റിസൾട്ടും അതൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാം. നല്ല ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനിലുള്ള പ്രൊഡക്റ്റാണ്. നല്ല റിസൾട്ടുമാണ്. അപ്പം കരാട്ടിൻ ചെയ്യുമ്പോൾ നല്ല കമ്പനിയുടെ ചെയ്യണമെന്നാട്ടോ പറയണത്. അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണം. അപ്പോൾ എപ്പോഴും റിസൾട്ട് നല്ലത് കിട്ടുക, കസ്റ്റമറിൻ്റെ തലയ്ക്ക് വില കൊടുക്കുക. ഞാൻ എൻ്റെ തലയെ ചെയ്യുന്നത് മാത്രമേ കസ്റ്റമറിന് ചെയ്യാറുള്ളേ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഒത്തിരി ആവശ്യമുള്ളത്. അപ്പോൾ പെട്ടെന്ന് വന്നേരെ ഇപ്പം ജനുവരി 31 വരെ ഒത്തിരി ഓഫറൊക്കെ ഉണ്ട്. 25% ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാത്തിനും. 50% 50% ഹെയർ ട്രീറ്റ്മെൻറ്റിനുണ്ട്. അപ്പോൾ പെട്ടെന്ന് രേവതിയിലേക്ക് വരിക. ശരി.